കുട്ടികളിലെ കുറ്റകൃത്യവാസന എത്രയോ ശതമാനം കൂടുന്നുവെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്മൾ ഇന്നലെ ഒരു ചൈൽഡ് വിദഗ്ധനെ കണ്ടപ്പോഴും ഇതേ കാര്യം തന്നെയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇതിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി സ്വന്തം സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി, അതും അവരുടെ പ്രായത്തേക്കാൾ 4 വയസ്സ് മുതിർന്ന ആൺ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ബന്ധുവിനെ 67 വയസ്സുള്ള വയോധികനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക, ഒരു കൊട്ടേഷൻ കൊടുക്കുക. എങ്ങനെയാണ് 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിച്ച് തലപ്പുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. കുട്ടികളിലെ കൗമാര കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുവെന്നാണ് കണക്ക്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ആലപ്പുഴ കരുവാറ്റയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പെൺകുട്ടി ശിവൻകുട്ടിയെ കൊലപ്പെടുത്താൻ മുൻപും പദ്ധതിയിട്ടെന്നാണ് കണ്ടെത്തൽ. ആൺ സുഹൃത്തിനോട് ആദ്യം കൊലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും വിസമ്മതിക്കുകയായിരുന്നു. ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയില്ലെങ്കിൽ താൻ കൊല്ലുമെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് പോലീസിന് ലഭിച്ചു. കൃത്യം നടത്താൻ പ്രായപൂർത്തിയാകാത്ത പ്രതികൾ രാസലഹരി ഉപയോഗിച്ച ശേഷമാണ് എത്തിയത്. പെൺകുട്ടിക്കും സുഹൃത്തുക്കൾ ലഹരി കൈമാറിയിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വീഡിയോ കോളിൽ കൊലപാതകം കാണണമെന്നാവശ്യപ്പെട്ടതും വിവസ്ത്രനാക്കണമെന്ന നിർദ്ദേശം നൽകിയതും പെൺകുട്ടിയാണ്. വീട്ടിലേക്കുള്ള വഴിയും വീടിനകത്ത് കയറാനുള്ള മാർഗവും കൊല ചെയ്യേണ്ട രീതിയും രക്ഷപ്പെടാനുള്ള മാർഗവും തയ്യാറാക്കി നൽകിയതും പെൺകുട്ടി തന്നെ. 4 പേരെയും ഇന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുമെന്നാണ് വിവരം. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, വെരി ഗുഡ് മോർണിംഗ്. ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് ഇന്നലെ മുതൽ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റകൃത്യം ചെയ്ത കുട്ടിയുടെ പ്രായം 13 വയസ്സിലെത്തി നിൽക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്നത്. ആ കുട്ടി നേരത്തെ തന്നെ ഈ ബന്ധുവിനെ കൊല്ലാൻ ആസൂത്രണം നടത്തിയിരുന്നു എന്നതിന്റെ തെളിവുകളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? എന്തായിരുന്നു ഈ കുട്ടിയുടെ പദ്ധതി? എങ്ങനെയാണ് ഈ കുട്ടി ഈ ആൺകുട്ടികളുമായി ഇത്ര സൗഹൃദത്തിലായത്? ആ ആൺകുട്ടികൾ എങ്ങനെയാണ് ഈ കൃത്യം നിറവേറ്റിയത്? അതിന് ഈ പെൺകുട്ടി എങ്ങനെയാണ് സഹായമായി മാറിയത്? അരുൺകുമാർ, കഴിഞ്ഞ 1 വർഷമേ ആയുള്ളൂ കൊല്ലത്ത് നിന്ന് ഈ പെൺകുട്ടി ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഹരിപ്പാടുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ ഈ പെൺകുട്ടി പഠിക്കാൻ എത്തിയിട്ട് ഈ ജൂൺ മാസമാണ് അവിടെ 8ാം ക്ലാസ്സിൽ പ്രവേശനത്തിന് എത്തിയത്. പക്ഷേ സ്കൂളിലെ ടീച്ചർമാർ പറയുന്നത് ഈ കുട്ടി ഇൻട്രോവേർട്ടാണ്, ഈ കുട്ടി ക്ലാസ്സിൽ തന്നെ സഹപാഠികളുമായി വലിയ ഇടപെടലുകളില്ല. ഒപ്പം തന്നെ നാട്ടുകാരും പറയുന്നത് വഴിയിൽ കൂടി നടന്നു പോയാൽ, അതായത് കടയിലെത്തി ഒരു തൊട്ടടുത്തൊരു കടക്കാരൻ എല്ലാ ദിവസവും പൊട്ടറ്റോ ചിപ്സ് വാങ്ങാൻ കടയിലെത്തുന്ന പെൺകുട്ടിയാണ്. പക്ഷേ കടയിലെത്തിയാൽ കടക്കാരന്റെ മുഖത്തേക്ക് പോലും നോക്കുകയില്ല. ഒപ്പം തന്നെ വഴിയിൽ കൂടി നടന്നു പോയാൽ കൈ കെട്ടി നിലത്ത് നോക്കിയാണ് നടക്കാറ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കയ്യിലുണ്ടാകും. അല്ലാത്തപ്പോഴൊക്കെ തന്നെ നിലത്ത് നോക്കി നടന്നു പോകുന്ന ഒരു പ്രതിക്കാരിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാതകം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യം നടത്താൻ വേണ്ടിയുള്ള ഗൂഢാലോചന, അതിന്റെ മുഖ്യ ആസൂത്രകയാക്കുക എന്ന കാര്യം ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. ഇവിടെ കൊല്ലത്ത് താമസിക്കുന്ന സമയത്ത് വീടിന് തൊട്ടടുത്ത് താമസിച്ച ആൺ സുഹൃത്തുമായി വളരെ വർഷക്കാലമായിട്ടുള്ള സൗഹൃദമുണ്ട്. നേരത്തെ തന്നെ വയോധികനെ കൊല്ലണം എന്നുള്ള ആവശ്യം നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. അതായത് 6 മാസങ്ങൾക്ക് മുൻപ് തന്നെ വയോധികനെ കൊല്ലണം എന്ന ആവശ്യം ആൺ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. പക്ഷേ കൊല നടക്കില്ല, എന്തെങ്കിലും രീതിയിൽ നീ വിഷം കൊടുക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒഴിവാക്കുകയോ ചെയ്യണം, ഉപദ്രവിക്കണം, അങ്ങനെ ഉള്ള ഉപദ്രവം ചെയ്യാമെന്ന് ഈ ആൺ സുഹൃത്ത് പറഞ്ഞു. പക്ഷേ കൊലപാതകം നടക്കില്ലെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ കൊലപാതകം ചെയ്യും എന്ന് പറയും. ഈ പെൺകുട്ടിക്ക് കൊലപാതകം ചെയ്യാനുള്ള കാരണം നിരവധിയാണ്. കാരണം ഒന്ന്, വൈകുന്നേരങ്ങളിൽ വൈകി വീട്ടിൽ വരുന്നു. ഒപ്പം തന്നെ ആൺ സുഹൃത്തുക്കളുമായി സൗഹൃദമുള്ളത് വയോധികൻ ഇഷ്ടമല്ല. ഒപ്പം തന്നെ പണം, ഈ പെൺകുട്ടിക്ക് പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നില്ല, ആവശ്യത്തിന് വസ്ത്രം വാങ്ങാൻ പണം, ഒപ്പം തന്നെ ഭക്ഷണത്തിനുള്ള പണം. അമ്മ സാധാരണമായി ഒരു ബ്രോക്കൺ ഫാമിലിയാണ്, അവരുടെ 2 അച്ഛനാണ്. അമ്മയും 2 അച്ഛനും വിദേശത്താണ്. വളർത്തിയത് വീട്ടിലുള്ള ഈ വയോധികന്റെ ഭാര്യയും മാത്രമാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലടക്കം വീട്ടിലേക്ക് എത്താൻ കുട്ടി താമസിച്ചു വന്നിരുന്നതിൽ വലിയ രീതിയിൽ ഈ വയോധികൻ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. അതിന്റെ പേരിൽ ശകാരിച്ചിരുന്നു. ഒപ്പം തന്നെ പോലീസിന് നൽകുന്ന മൊഴിയാണ്. ആ മൊഴിയിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. അതായത് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും വയോധികന്റെ ഭാഗത്തു നിന്നും പെൺകുട്ടിക്ക് മോശകരമായിട്ടുള്ള പെരുമാറ്റം, ബാഡ് ടച്ച് അടക്കമുള്ള കാര്യങ്ങളുണ്ടായി. ഇത്തരം കാര്യങ്ങൾ ഈ വയോധികനോട് പകയുണ്ടാക്കാൻ കാരണമായി. അങ്ങനെ കൊന്നില്ലെങ്കിൽ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ മുഖ്യ ആസൂത്രകയായി കൊല്ലത്ത് നിന്ന് ഇവർ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു. വീഡിയോ കോൾ വഴിയാണ് രാത്രി ഈ സ്ഥലത്തേക്ക് എത്താനുള്ള വഴി മാർഗം പറഞ്ഞത്. എങ്ങനെ അകത്തേക്ക് കയറണമെന്ന മാർഗം, ഒപ്പം തന്നെ അകത്ത് കയറിയാൽ എങ്ങനെ കൊലപ്പെടുത്തണമെന്ന ഭാഗം, അതും കൈ പിന്നിലോട്ട് കെട്ടി വിവസ്ത്രനാക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി. അതായത് വീടിനകത്ത് കയറിയപ്പോൾ മുതൽ ആദ്യം മോഷണത്തിനല്ല, ആദ്യം ഉറങ്ങിക്കിടന്ന വയോധികനെ ഉണർത്തിയ ശേഷമായിരുന്നു ഇവർ കൊലപാതകം നടത്തിയത്. അതിനുശേഷമാണ് മോഷണത്തിലേക്ക് പോയത്. വിവസ്ത്രനാക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം നൽകി. പിന്നീട് വീഡിയോ കോൾ വഴി
വഴി നിർബന്ധമായും അത് കാണണം എന്ന് ആവശ്യപ്പെട്ടു, കൊല ചെയ്യുന്നതടക്കം കാണണമെന്ന ഈ പെൺകുട്ടി ആവശ്യപ്പെട്ടതൊക്കെ തന്നെ പോലീസ് ഞെട്ടലോടെയാണ് കാണുന്നത്. ആദ്യം ഈ കേസിൽ പെൺകുട്ടിയെ സംശയനിഴലിലാക്കുന്നത് ഒരു കടക്കാരന്റെ മൊഴിയാണ്. അതായത് അവിടെ എത്തിയ പോലീസ് സംഘം ആദ്യം ഒരു കടക്കാരനോട്, ഈ വീടിന്റെ സമീപത്തെ കടക്കാരനോട് ഈ കുടുംബത്തിന്റെ പശ്ചാത്തലം ചോദിക്കുമ്പോൾ ഈ വയോധികൻ മരിച്ചു, അതായത് അടുത്ത ബന്ധു മരിച്ചു എന്നറിഞ്ഞിട്ട് പെൺകുട്ടി 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടെ എത്തി മധുര പലഹാരങ്ങളും ഒപ്പം തന്നെ പൊട്ടറ്റോ ചിപ്സും വാങ്ങുന്നു. ഫോണിൽ ആരൊക്കെ വിളിക്കുന്നു. മുഖഭാവത്ത് യാതൊരുവിധ ആശങ്കയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും വിഷമോ മോഹത്തില്ല. ആ കടക്കാരനാണ് ആദ്യം ഈ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള വിവരം പോലീസിന്, അവിടുത്തെ SSBക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന് ആ വിവരം, അങ്ങനെയുള്ള വിവരം, സംശയത്തിന്റെ വിവരം കൈമാറുന്നത്. രാത്രികാലങ്ങളടക്കം അവിടെ ആൺസുഹൃത്തുക്കളടക്കം എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി കൈമാറിയിട്ടുള്ളത്. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം, ആൺസുഹൃത്തുക്കളായ 3 പേർ, അവർ 2 പേർ 17കാരും ഒരാൾ 16കാരനുമാണ്. ഒരാൾ +1, ഒരാൾ +2 വിദ്യാർത്ഥി, ഒരാൾ +1 പഠനം ഉപേക്ഷിച്ചയാളുമാണ്. അവിടെ എത്തിയതും 3 പേർ രാസലഹരി ഉപയോഗിച്ച് എന്ന വിവരമാണ് പോലീസിന് വരുന്നത്. അത് പോലീസിന്റെ വെറും ഭാവന മാത്രമല്ല. കാരണം ഈ പെൺകുട്ടിയും ആൺസുഹൃത്തുമായി സംസാരിച്ചതിന്റെ അവസാന സമയവും സംസാരിച്ചതിന്റെ വാട്സപ്പ് ചാറ്റിന്റെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇവർക്ക് ആഡംബര ബൈക്കും ഒപ്പം തന്നെ ഈ പെൺകുട്ടിക്ക് ഐഫോണും വാങ്ങണമെന്നും ഒപ്പം തന്നെ വീഡിയോ കോൾ ചെയ്യണമെന്നുള്ള നിരന്തരമായ വാട്സപ്പ് ചാറ്റ് കണ്ടിരുന്നു. ആ വാട്സപ്പ് ചാറ്റിലാണ് MDMA സംബന്ധിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കൊല്ലത്ത് നിന്നാണ് ഈ ആൺകുട്ടികൾ ട്രെയിൻ മാർഗം എത്തിയത്. കൊല്ലത്ത് നിന്ന് MDMA ഉപയോഗിച്ചാണ് ഇവർ ഈ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പെൺകുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പെൺകുട്ടി മദ്യപിക്കാറുണ്ട് എന്നും കഞ്ചാവ് വലിക്കാറുണ്ട് എന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ രാസലഹരിയുടെ കാര്യത്തിൽ പോലീസിന് ഉറപ്പില്ല. എന്തായാലും അത്തരം പരിശോധനകൾ കൂടി നടക്കേണ്ടതുണ്ട്. സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പെൺകുട്ടിയെ കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ഈ കുറ്റകൃത്യത്തിലേക്ക് കുട്ടികൾ എത്തിയത് എന്നുള്ളത്. ഈ കുട്ടികൾ വെറുതെ അങ്ങനെ എത്തിയതല്ല, ഈ കുട്ടികൾക്ക് ഒരു പശ്ചാത്തലമുണ്ട് എന്ന്. കഞ്ചാവ് ഉപയോഗിക്കുന്ന കുട്ടികൾ, അത് ഈ പെൺകുട്ടിക്കും ഇവർ കൈമാറിയിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. നോക്കണം, പ്രായം എത്രയാ? പ്രായം 13 വയസ്സ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, +1 പഠിക്കുന്ന സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അതിലൊന്ന് ആൺ സുഹൃത്താണ് ഈ കുട്ടിയുടെ. അപ്പോൾ മനീഷ് മഹിപാൽ, ഒരുപക്ഷെ ഈ കഞ്ചാവിന്റെ ലഹരിയിൽ കൂടി ആവാം ഇത് ഇവർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ കൊന്നുകളയണം എന്നീ പെൺകുട്ടിക്ക് വിരോധം തോന്നാനുള്ള കാരണം, അതാണ് നമ്മളെ സംശയത്തിലാക്കുന്നത്. കാരണം അവരിവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആവുന്നുള്ളൂ. മാത്രമല്ല ആ സമയത്തെല്ലാം ഈ ബന്ധുവിനോടൊപ്പമാണ് ഈ പെൺകുട്ടി താമസിച്ചിരുന്നത്. അപ്പോൾ ഈ കുട്ടിയെ വളർത്തിയതൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇയാൾ തന്നെയാണ്. ആ സമയത്താണ് ഇങ്ങനെ കൊലപാതകം നടത്തണമെന്ന് ഈ പെൺകുട്ടിക്ക് തോന്നുന്നതും ഈ സുഹൃത്തിനെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നതും. പക്ഷേ ഈ ബാഡ് ടച്ച് നടത്തി എന്നൊക്കെ പറയുന്ന കാര്യം പോലീസ് എങ്ങനെ മുഖവിലേക്ക് എടുത്തിട്ടുണ്ടോ? അത് നിലവിലൊരു കൊലപാതക കേസിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഡിഫൻസ് ആയിട്ടേ മാത്രമേ എടുത്തിട്ടുള്ളൂ പോലീസ്. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മനീഷ്? അരുൺകുമാർ, ഈ ബാഡ് ടച്ചിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വയോധികൻ മോശമായി പെരുമാറി, ലൈംഗികപരമായി തന്നെ മോശമായി പെരുമാറി എന്ന പെൺകുട്ടിയുടെ മൊഴി സംശയനിഴലിൽ പോലീസ് കാണാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. അതായത് പെൺകുട്ടി പറഞ്ഞ കാരണങ്ങൾ, പെൺകുട്ടി പറഞ്ഞ കഥ അതേപടി ആൺ സുഹൃത്തിനോട് കൂടി ചോദിച്ചു. പക്ഷേ ആൺ സുഹൃത്ത് പറഞ്ഞ കഥ ഇതല്ല. അതായത് പെൺകുട്ടി പറഞ്ഞു ബാഡ് ടച്ച് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി എന്നും, അത് എപ്പോഴുണ്ടായി, എങ്ങനെ ഉണ്ടായി, എവിടെ വെച്ചുണ്ടായി തുടങ്ങിയ കാര്യങ്ങൾ പെൺകുട്ടി പറഞ്ഞതിൽ നിന്നും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ആൺകുട്ടിയോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഇവരുടെ വാട്സപ്പ് ചാറ്റ് നിർണായകമായ ഒരു വലിയ തെളിവാണ്. കാരണം ആൺകുട്ടിയുടെ ഫോണിലെ വാട്സപ്പ് ചാറ്റിൽ ഇപ്പോഴും അത് ക്ലിയർ ചെയ്തിട്ടില്ല. പെൺകുട്ടിയുടെ ഫോണിൽ അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടിരുന്നു. പക്ഷേ ആൺകുട്ടിയുടെ ചാറ്റിൽ കൃത്യമായ വിവരങ്ങളുണ്ട്. കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിലുള്ള വാട്സപ്പ് ചാറ്റിൽ എവിടെയും ഇത്തരത്തിൽ വയോധികനെ സംബന്ധിച്ച് പറയുന്ന പരാമർശങ്ങളില്ല. പക്ഷേ കൊലപ്പെടുത്തണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആദ്യം ഇവർ കൊലപ്പെടുത്താൻ വേണ്ടി തയ്യാറാകാത്തപ്പോൾ അവർക്ക് വാഗ്ദാനം നൽകി, അവർക്ക് പ്രലോഭനം നൽകിയത് നിങ്ങൾക്ക് ബൈക്ക് വാങ്ങാൻ, അതായത് ആൺ സുഹൃത്തിന് ബൈക്ക് വാങ്ങാനുള്ള പണവും സുഹൃത്തുക്കൾക്ക് ലഹരി അടക്കമുള്ള വാങ്ങാനുള്ള പണം കിട്ടും. അതായത് വീട്ടിൽ 6.5 പവൻ സ്വർണ്ണമുണ്ട് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. അത് നെക്ലേസ്, മോതിരം അടക്കമുണ്ട്, പഴയ പൊട്ടിയ വളയടക്കമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ആ ചാറ്റിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൺകുട്ടികളെ കൃത്യമായി അവിടേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ മാർഗങ്ങളും പെൺകുട്ടി ഒരുക്കി. ഇനിയിപ്പോൾ എന്തിനു വേണ്ടി കൊലപാതകം, ഇത്ര വൈര്യം എന്താണ് ഈ വയോധികൻ എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത്. ഒരു പക്ഷേ പണം, ഈ പെൺകുട്ടിക്ക് പണം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ലായിരുന്നു. അമ്മ വിദേശത്താണ്, രണ്ടാനച്ഛനും വിദേശത്താണ്. വീട്ടിലുള്ളത്, അതായത് ഈ വയോധികന്റെ ഭാര്യ ഈ കുട്ടിയെ നോക്കിയിരുന്ന 13 വയസ്സുകാരെ നോക്കിയിരുന്ന അടുത്ത ബന്ധു കൂടി ഒരു വീട്ടുവേലയ്ക്ക് പോകുന്ന ജോലിയാണ്. ഈ വയോധികരാണെങ്കിൽ മറ്റു ജോലിക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ തുച്ഛമായ പൈസ മാത്രമായിരിക്കും വീട്ടിൽ കിട്ടുക. ഒപ്പം തന്നെ ഈ അമ്മ
മകൾക്ക് പണം കൊടുത്തിട്ടുണ്ടോ, പണം അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് ചെലവിനുള്ള പണം കിട്ടിയിരുന്നില്ല. ഒപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ എത്തുന്നതിൽ വലിയ ശകാരം ഉണ്ടായിരുന്നു, അടക്കമുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ മറ്റുള്ള കാര്യങ്ങളിൽ പോലീസിന് സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്താണെങ്കിലും 6.5 പവൻ സ്വർണം നിലവിൽ ഇവരുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഒരു കരുനാഗപ്പള്ളി സ്വദേശി അതിന് സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ഈ കൊലപാതകത്തെ പറ്റിയുള്ള കാര്യങ്ങൾ അറിവില്ല. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം ലഭ്യമായിട്ടുള്ളത് വീടിനടുത്തുള്ള മറ്റൊരു കൗമാരക്കാരൻ കൂടി ഇതിന് സഹായം ലഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ ഏത് സഹായം, എങ്ങനെയുള്ള സഹായം എന്ന വിവരം കൂടിയാണ് പോലീസിന് ലഭ്യമാകേണ്ടത്. അങ്ങനെ കൃത്യത്തിലേക്ക് നയിക്കാൻ വേണ്ട സഹായമുണ്ടെങ്കിൽ അയാളെ കൂടി പ്രതി ചേർക്കുമെന്നുള്ള ഏറ്റവും പുതിയ വിവരം കൂടിയാണ് പങ്കുവയ്ക്കാനുള്ളത്. അരുൺകുമാർ. താങ്ക് യു മനീഷ് മെഹിവാൾ. കൂടുതൽ വിവരങ്ങൾ എടുക്കുക. കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലയായിട്ട് അത് മാറുന്നു. അടുത്ത ബന്ധുവിനെ വകവരുത്താൻ വേണ്ടി 13 വയസ്സുള്ള പെൺകുട്ടി തന്റെ സീനിയർ സഹപാഠികളുടെ അല്ലെങ്കിൽ സീനിയർ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ഒരു കൊട്ടേഷൻ തയ്യാറാക്കി അയാളെ വധിച്ചത് ലൈവായിട്ട് നേരിട്ട് കണ്ടു എന്നാണ്. ഏതോ ഒരു സിനിമ ഈ കുട്ടികളെ പ്രലോഭിപ്പിച്ചു എന്നാണ് ഇപ്പോൾ പോലീസും പറയുന്നത്. ഈ കുഞ്ഞുങ്ങൾ കാണുന്ന സിനിമകൾ, സീരീസുകൾ, അവർ നിരന്തരം ഇടപഴകുന്ന ഗെയിമുകൾ, ഇതൊക്കെ അവരുടെ സ്വഭാവത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് വ്യക്തമായ ധാരണയുണ്ടാവണം. അകന്നു കഴിയുന്ന രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളുടെ മാനസിക വ്യാപാരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരായി മാറണം. കാരണം 13 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ആസൂത്രണം ചെയ്തു തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ മനസ്സിൽ വല്ലാത്ത ഒരു